ഇന്ന് ഞാൻ വണ്ടി പാർക്ക് ചെയ്തത് ഇവിടെയാണ്, റോഡ് സൈഡിലാണ് ഇന്ന് വണ്ടി പാർക്ക് ചെയ്തത്. സ്റ്റാർ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റായി. റെയിൽവേ സ്റ്റേഷന് ഇവിടെ നിന്ന് ഒരു 100 മീറ്ററേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് സ്റ്റാർ തിയേറ്റർ വർക്കല. ഇവിടെയാണ് കുറച്ച് സേഫ്. മുന്നോട്ടുള്ള സ്ഥലത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്യാം, പക്ഷേ പലപ്പോഴും വണ്ടിയുടെ പെട്രോളൊക്കെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. ഇത് റെയിൽവേയുടെ ലൈനാണ്. ഓപ്പോസിറ്റ് ആയിട്ടൊരു പൊല്യൂഷൻ സെൻ്ററാണ്. ഞാൻ ഇവിടെ നിന്നാണ് പൊല്യൂഷൻ എടുക്കാറ്. ഇനി ഏകദേശം 3 മിനിറ്റും കൂടിയേ ട്രെയിൻ വരാനുള്ളൂ. ഞാൻ പെട്ടെന്ന് തന്നെ ഇതിനകത്തോട്ട് കയറി. ഇവിടെ നിന്നാണ് വർക്കലയിലേക്ക് ട്രെയിൻ വരുന്നത്. ട്രെയിൻ വരാറായതുകൊണ്ടാണ് ഈ വെയിലത്ത് എല്ലാവരും വന്ന് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങ് വെയിറ്റിംഗ് ഷെഡിലായിരിക്കും നിൽക്കുന്നത്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് ഭാഗമാണ്. ഫ്രണ്ട് ഓപ്പോസിറ്റ് സൈഡാണ്. ആ കാണുന്ന റോഡാണ് വർക്കല, ഇടവ, കാപ്പിൽ, പരവൂരൊക്കെ പോകുന്ന റോഡ്. ഞാൻ വന്ന വഴി ഇതുവഴി നമുക്ക് ഊന്നിൻമൂട്, പാരിപ്പള്ളി ഒക്കെ പോവാം. നല്ല വെയിലായതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് വെച്ച് നടക്കുകയാണ്. ഇന്ന് എന്നത്തെ കണക്ക് വലിയ തിരക്കില്ല. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടും വണ്ടി പാർക്ക് ചെയ്യും. കൊല്ലത്തേക്ക് ഒരു ട്രെയിൻ പോയതിന് പുറകെ തന്നെ അനന്തപുരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് തിരുവനന്തപുരത്തൊക്കെയുള്ളത് വന്നു. പെട്ടെന്ന് തന്നെ എത്തി. ആൾക്കാരൊക്കെ മുന്നോട്ട് നടന്നു പോകുന്നുണ്ട്, കാരണം ട്രെയിൻ കുറച്ച് മുന്നിലോട്ടാണ് നിർത്തുന്നത്. അകത്ത് കയറിയ ഉടനെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ബാഗ്, ഹെൽമെറ്റ് ആദ്യം തന്നെ ലഗേജ് സ്റ്റാൻഡിന് മുകളിൽ വെച്ചു. റെയിൽവേ ഗേറ്റ് അടുത്തായതുകൊണ്ട് മിക്കപ്പോഴും അടവായിരിക്കും. നമുക്ക് പെട്ടെന്ന് വർക്കല പോകണമെന്നുണ്ടെങ്കിൽ ഈ വഴിയാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇത് റെയിൽവേയുടെ പഴയ ഗേറ്റായിരുന്നു. ഇതുവഴി മുന്നോട്ട് പോകുമ്പോൾ ഇടത് സൈഡിൽ താഴോട്ട് കാണുന്ന വഴിയെ വർക്കല ശിവഗിരി മഠത്തിൽ പോകാൻ കഴിയും. ഇവിടെ തന്നെയാണ് വർക്കല വിമല തിയേറ്ററും സ്റ്റാർ തിയേറ്ററും. ഇതാണ് ഇവിടുത്തെ റെയിൽവേ അണ്ടർ പാസേജ്. സീറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ സൈഡിൽ നിന്നാണ് ഇന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്തത്. വെറുതെ നിൽക്കുന്നതുകൊണ്ട് 1-2 വീഡിയോ ഒക്കെ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രിവാൻഡ്രം എത്തി. ആൾക്കാരൊക്കെ പെട്ടെന്ന് ഇറങ്ങുന്നതിന് വേണ്ടി ഡോറിനടുത്ത് വന്ന് നിൽപ്പുണ്ട്. ഇടത് സൈഡിലായിട്ടൊരു പഴയ കെട്ടിടം കാണാൻ കഴിയും. കാണാൻ ഒരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലമായിരുന്നു അത്. ഞാനും അവിടെ നിന്നു. എൻ്റെ സൈഡിൽ ആരുമില്ല. തിരുവനന്തപുരം സെൻട്രലെത്തി. സെൻട്രലെത്തിയപ്പോൾ നല്ല തിരക്കാണ്. ഈ ട്രെയിൻ ചെന്നൈ പോകുന്നതുകൊണ്ട് ലിഫ്റ്റ് ഒന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ പടി വഴി കയറി. ഇന്ന് ഇലക്ട്രിക് ബസ്സാണ്. ആദ്യം കിട്ടിയ ബസ്സിൽ കയറി. അതിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഈ കാണുന്ന സ്ഥലത്ത് ഈ തിയേറ്ററിന് ഫ്രണ്ടിൽ സിമ്മ് നമുക്ക് എടുക്കാനൊക്കെ, അവിടെ ഫ്രീ ആയിട്ട് സിമ്മ് കിട്ടും. പോർട്ട് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇത് ആണ് തിരുവനന്തപുരത്തെ പോത്തീസ്. ഇത് ആയുർവേദ ഹോസ്പിറ്റൽ, ആയുർവേദ മെഡിക്കൽ കോളേജൊക്കെ ഇതാണ്. ഇതിന് സൈഡിലായിട്ട് സെക്കൻഡ് ഹാൻഡ് ബുക്ക് വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. KFC കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പുളിമൂട് ജംഗ്ഷൻ എത്തും. പുളിമൂട് ജംഗ്ഷനിലാണ് ഗവൺമെൻറ് പോസ്റ്റ് ഓഫീസ് ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഗവൺമെൻറ് ഹെഡ് ഓഫീസ്. 7 മണിയോ 8 മണിയോ വരെ ഉണ്ട്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇടത് സൈഡിൽ സ്റ്റാച്ചു എത്തുമ്പോൾ സ്റ്റാച്ചുവിലാണ് ഇതാണ് BSNL ഓഫീസുള്ളത്. സ്റ്റാച്ചു കഴിയുമ്പോൾ ഇടത് സൈഡിൽ ഒരു പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ പമ്പ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. ഇതിനകത്താണ് സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്റർ ഉള്ളത്. അത് കഴിയുമ്പോൾ നമ്മൾ എത്തുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിലാണ്. മുന്നോട്ട് പോകുമ്പോൾ ഈ ക്യാമ്പസിൻ്റെ അകമൊക്കെ വ്യക്തമായിട്ട് നമുക്ക് കാണാനൊക്കും. രാത്രിയാവുന്ന സമയത്ത് ഈ റോഡ് സൈഡിൽ മൊത്തം തട്ടുകടകൾ ഉണ്ടാവും. നൈറ്റ് ഫുഡ് കഴിക്കാനും ഒക്കെ ആളുകൾ ഇവിടെ വരും. ഇതാണ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മെയിൻ എൻട്രൻസ്. എൻട്രൻസിന് ഫ്രണ്ടിലായിട്ടൊരു ചെറിയ പാർക്ക് കണക്കുണ്ട്. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഗണപതി ക്ഷേത്രം കാണാൻ കഴിയും. അത് കഴിഞ്ഞ് പാളയം മുസ്ലിം പള്ളിയുണ്ട്. പിന്നെ ഒരു ചെറിയ പാർക്ക്. അത് കഴിഞ്ഞാൽ പാളയം സ്റ്റേഡിയം.
ഇതാണ് പാളയം സ്റ്റേഡിയം. 4:30 നല്ല വെയിൽ, ഞാൻ കുടയും പിടിച്ചാണ് ഇതുവഴി നടന്നു പോകുന്നത്. ഇന്നലെ വഴി ഓപ്പണായി കിടന്നപ്പോൾ ഞാൻ കരുതി ഇവിടുത്തെ പണി തീർന്നിട്ടുണ്ടാവുന്നു. ഇന്നിതാ വീണ്ടും കുഴിച്ചിട്ടിരിക്കുന്നു. ഒരു ചെറിയൊരു കുഴി, അതിൻ്റെ അപ്പുറത്ത് വലിയൊരു കുഴി. വണ്ടി പോകാനും നടന്നു പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊരു വലിയ മെഷീൻ വെച്ച് കുഴിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടെയാണ് നടന്നു പോകുന്നത്. വളരെ ബുദ്ധിമുട്ടായിരുന്നു കാര്യം നടന്നു പോകാൻ, ഫോണും പിടിച്ചുകൊണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും നടന്ന് അപ്പുറം എത്തി. കുഴിയിൽ എന്തൊക്കെയോ അവിടെ കോൺക്രീറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. കുഴിയിൽ എന്തോ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇത്രയും സ്ഥലത്താണ് വർക്ക് നടക്കുന്നത്. ഇതാണ് വർക്കിൻ്റെ ഒരു ലുക്ക്. വണ്ടിയിൽ ആൾക്കാർ വന്നിട്ട് തിരിച്ചു പോകുന്നു, അറിയാതെ വന്നതായിരിക്കും. കുന്നുകുഴി ജംഗ്ഷനിൽ ഇന്നലത്തെ വർക്ക് മൊത്തം പൂർത്തിയായി. കുഴിയൊക്കെ മൂടിയിട്ടുണ്ട്. ഞാൻ അതുവഴി ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയി. ഫ്രണ്ടിലോട്ട് പണി നടക്കുന്നുണ്ട്. ഇവിടെ റൈറ്റ് ഷോർട്ട് കട്ടായിട്ട് കയറി പോകുന്നത്. അങ്ങനെ ഇന്ന് ഞാൻ ഇവിടെ എത്തിയ ഉടനെ നല്ല ക്ഷീണമായിരുന്നു. കുറച്ച് വെള്ളം കുടിച്ച് അതിനുശേഷം ഫാൻ്റെ കാറ്റും കൊണ്ട് കുറച്ച് നേരം ഇരുന്നു. ഇവിടെ പിന്നെ ബുക്കെടുത്ത് കുറച്ച് നേരം വായിച്ചു. ബുക്ക് കുറച്ച് നേരം വായിച്ചുകൊണ്ടേയിരുന്നു. 6:30 ഞാനിന്ന് തിരിച്ച് ഇറങ്ങിയത്. നടന്നിട്ടാണ് രാത്രി റെയിൽവേ സ്റ്റേഷൻ വരെ പോയത്. പോകുന്ന വഴിയിൽ നല്ല കാഴ്ചകളുണ്ടായിരുന്നു. ആ കാഴ്ചകളൊക്കെ കണ്ട് പോത്തീസിൻ്റെ സൈഡിൽ നിന്നൊരു വീഡിയോയും എടുത്ത് റോഡ് സൈഡിലുള്ള കച്ചവടക്കാരെയൊക്കെ നോക്കി പതിയെ 7:40 തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മുടെ ട്രെയിൻ 5ാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്. 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ ചെന്ന് ട്രെയിനിൻ്റെ അകത്ത് കയറി. ട്രെയിനിൻ്റെ അകത്ത് കയറിയപ്പോൾ ലൈറ്റൊന്നുമില്ല. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ലൈറ്റ് വന്നത്. ട്രെയിനിൽ 2-3 പേര് മാത്രമേ ആ സമയത്തുണ്ടായിരുന്നുള്ളൂ. പതിയെ കുറച്ച് ആൾക്കാർ വന്നു. കുറച്ച് നേരം എന്നെ തന്നെ നോക്കി വീഡിയോ ഒക്കെ എടുത്ത് ഇരുന്ന്. ട്രെയിൻ എടുക്കാനുള്ള സമയമായപ്പോൾ ഒരുപാട് പേര് വന്നു. 8:45 ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് തിരുവനന്തപുരത്ത് നിന്നു. വീണ്ടും 1 മണിക്കൂർ വേണമെന്നുകൊണ്ട് ചുമ്മാ എന്തോ വീഡിയോ ഒക്കെ എടുത്ത് അടുത്തൂടെ പോയ ട്രെയിനൊക്കെ നോക്കിയിരുന്നു. പോകുന്ന വഴിയിൽ ഇരുട്ടത്ത് ലൈറ്റ് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. അതൊക്കെ നോക്കിയിരുന്ന് വീണ്ടും സമയം പോകാൻ വേണ്ടി ഫാനും കറങ്ങുന്ന നോക്കിയിരുന്നു. അങ്ങനെ 9:30 വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തി. ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനും അതിൻ്റെ ഇടയിൽ കൂടി പെട്ടെന്ന് പുറത്തിറങ്ങി. നമ്മൾ വന്ന ട്രെയിനിന് ടാറ്റയും പറഞ്ഞ് പതിയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി എൻ്റെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നുപോയി. വണ്ടി അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു. രാവിലെ പാർക്ക് ചെയ്തപ്പോൾ ഒരുപാട് പേരുണ്ട്. പക്ഷേ വൈകിട്ടായപ്പോൾ എൻ്റെ വണ്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ വണ്ടിയും സ്റ്റാർട്ട് ചെയ്ത് ഇന്നത്തെ യാത്ര കംപ്ലീറ്റ് ആയി.